ഈ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു തരികിട പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നലെ അവർ ചെയ്തത് അവരുടെ ഒഫീഷ്യൽ മീഡിയയിൽ, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ മീഡിയയിൽ അമേരിക്ക ഡീലിന് വഴങ്ങി അമേരിക്ക ഡീൽ ഒപ്പിട്ടു എന്ന തരത്തിൽ ഒരു 14 പോയിൻറ്റ്സ് അവർ പബ്ലിഷ് ചെയ്തു. ഈ പബ്ലിഷ് ചെയ്ത വിഷയം അമേരിക്കയെ ട്രിഗർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒഫീഷ്യലി ഇറാൻ ഒരു തരത്തിലുള്ള കൺഫർമേഷൻസും പുറത്തുവിട്ടിട്ടില്ല. ലാസ്റ്റ് മിനിറ്റ് വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെ MOU പോലും സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന IRGC അവരുടെ മാധ്യമം ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് IRGCയിൽ നിന്നും ഈ വിവരങ്ങൾ കൈമാറാതെ ഒരിക്കലും ഇറാൻ്റെ മീഡിയയ്ക്ക് ഈ സോഴ്സ് കിട്ടില്ല. ഇപ്പം ഏതോ തരത്തിൽ അവർക്ക് ഈ സോഴ്സ് കിട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ മാധ്യമം പബ്ലിഷ് ചെയ്താണ് 14 പോയിന്റ്. ഈ 14 പോയിന്റും അമേരിക്ക ഏതോ കീഴടങ്ങിയതായിട്ടും ഇറാൻ ഡോമിനേറ്റഡ് ആയിട്ട് നെഗോസിയേഷനിൽ ഉടനീളം അവർക്ക് വേണ്ട പോയിന്റുകൾ അവർ നേടിയെടുത്തതായിട്ടും അവരുടെ ആവശ്യങ്ങൾ അവർ നേടിയെടുത്തതായിട്ടും എന്നുള്ള തരത്തിലാണ് ആ പോയിന്റുകളെല്ലാം വന്നിരുന്നത്. അതായത് IRGCയെ ഇറാനിയൻ ജനങ്ങളുടെ മുന്നിൽ വെളുപ്പിക്കൽ, അതാണ് അവർ നടത്തിയത്. അതായത് അമേരിക്ക ഇറങ്ങി വന്നിട്ടും IRGC ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഒന്ന് ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക കണ്ടംപ്റ്റ് ചെയ്തു. ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് ഇസ്രായേൽ പറഞ്ഞത് അമേരിക്കയെ മാറ്റി നിർത്തിക്കോളൂ, ഇസ്രായേൽ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇറാനെതിരെ ആക്രമണം നടത്തും എന്നുള്ള പ്രഖ്യാപനം അവർ നടത്തിയത്. ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഗട്സ് പറഞ്ഞത് അമേരിക്ക വന്നാലും വന്നില്ലെങ്കിലും ഇസ്രായേൽ ശക്തമായിട്ടുള്ള രീതിയിൽ ഇറാനെതിരെ പോരാട്ടം തുടരും എന്നാണ് പറഞ്ഞിരുന്നത്. യുറേനിയം എൻറിച്ച്മെൻറ്റും ആണവായുധം നിർമ്മിക്കലും ഈ പരിപാടികളൊന്നും തന്നെ ഇറാനിൽ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ ശക്തമായി പറഞ്ഞത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും വരെ ഈ വിഷയത്തിനെ ചൊല്ലി തർക്കമുണ്ടായി. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഈ മീഡിയ പബ്ലിഷ് ചെയ്തത്. ഈ മീഡിയ എന്താണ് പബ്ലിഷ് ചെയ്തത്? അവർ ആസ് യൂഷ്വൽ അവർ പബ്ലിഷ് ചെയ്തതിൽ ചില വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരേ ഒരു വിഷയം മാത്രം, അവർ ഇറാന് ആണവായുധം നിർമ്മിക്കാനുള്ള പദ്ധതി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അവർ ഒരു പോയിന്റ് ഇതിനകത്ത് പറഞ്ഞത്. ബാക്കി എല്ലാം തന്നെ ഇറാൻ അനുകൂലമായിട്ടുള്ള പോയിന്റുകളാണ്. അവർ ഇങ്ങനെ ഒരു ഡീലാണ് അമേരിക്ക എടുത്ത് സംസാരിച്ചിരിക്കുന്നത്. ഇത്തരം പോയിന്റുകൾ അവർ പറഞ്ഞ് അമേരിക്ക സമ്മതിച്ചു എന്നുള്ള വാർത്തയാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ഇറാനിലും ലെബനനിലും ഗാസയിലും യുദ്ധം അവസാനിപ്പിക്കും. അതുപോലെ അമേരിക്ക ഇറാൻ്റെ ഇന്റർണൽ വിഷയങ്ങളിൽ ഇടപെടില്ല. ഇതൊക്കെ അമേരിക്ക ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഇപ്പം നിലവിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്ക നടത്തുന്ന ബ്ലോക്കേഡ് 30 ദിവസത്തിൽ എടുത്ത് മാറ്റുന്നതോടൊപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉറപ്പ് വരുത്തും. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഫുള്ളായിട്ട് തുറക്കുകയാണ് നെക്സ്റ്റ് 30 ഡേയ്സിൽ. നല്ലതാണ്, തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഇപ്പം തന്നെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ലോകരാജ്യങ്ങൾക്കെല്ലാം ഇൻക്ലൂഡിങ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. എക്കണോമിക് ലോസ്. ഇപ്പം നമുക്കതത്ര തീവ്ര നിലയിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മാസം വെയിറ്റ് ചെയ്താൽ മതി. ഓഗസ്റ്റ് ജൂലൈ ഹാഫോടുകൂടി നല്ല രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഫീൽ ചെയ്ത് തുടങ്ങും. ഓഗസ്റ്റ് സെപ്റ്റംബർ നല്ല രീതിയിലുണ്ടായിരിക്കും. ഇത് ഈ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഓൾറെഡി ഉണ്ടായ ഡാമേജ് ഉണ്ടല്ലോ, ആ ഡാമേജിന്റെ ഇമ്പാക്ട് സെപ്റ്റംബർ വരെ എന്തായാലും ഉണ്ടാവും. സെപ്റ്റംബർ വരെ അല്ല, അതിനപ്പുറം ഉണ്ടാവും. പക്ഷേ സെപ്റ്റംബർ വരെ ശക്തമായ രീതിയിലുണ്ടാവും. ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കുന്നെങ്കിൽ, ഈ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും തീവ്രമായിട്ടുള്ള രീതിയിൽ കൂടുതലായിട്ട് എക്കണോമിക് ക്രൈസിസ് നേരിടേണ്ടി വരും, അഥവാ ഇൻഫ്ലേഷൻ നേരിടേണ്ടി വരും. ഇൻക്ലൂഡിങ് ഇന്ത്യ, ചൈന, എല്ലാ രാജ്യങ്ങളും ചേർത്താണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഓപ്പൺ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇൻ നെക്സ്റ്റ് 30 ഡേയ്സ് എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അമേരിക്ക ഇറാന്റെ മേളിൽ വെച്ചിരിക്കുന്ന എല്ലാ ഓയിൽ ട്രേഡ് സാങ്ഷൻസും എലിവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, നീക്കം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള പോയിന്റും കൂടി ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്. $300 ബില്യൺ അമേരിക്ക ഇറാന് റീകൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റും കൂടി ഇവർ പറഞ്ഞിട്ട്, അപ്പോൾ ഈ വാർത്ത ഇന്നലെ ഈ മാധ്യമം അടിച്ചിറക്കിയതാണ്. അതാണ് ആക്സിയോസ് ഉൾപ്പെടെയുള്ള ബ്ലൂംബർഗ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ പബ്ലിഷ് ചെയ്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളും ഈ വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. 60 ദിവസത്തിൽ ഇറാന്റെ മേളിൽ വെച്ചിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും നീക്കം ചെയ്യുമെന്നും കൂടി പറയുന്നുണ്ട്. 8ാമത്തെ പോയിന്റ്, നോ ന്യൂക്ലിയർ വെപ്പൺ. ആണവായുധം ഞങ്ങൾ നിർമ്മിക്കില്ല. ഇറാൻ ഇപ്പോൾ അതിന് പദ്ധതിയില്ല. അവർ ഇറാൻ്റെ ഇന്റർണൽ വിഷയങ്ങളിൽ ഇടപെടരുതെന്ന് 2ാമത്തെ പോയിന്റിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റിനൊന്നും യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ പുതിയ സാങ്ഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഫ്രോസൺ അസറ്റുകൾ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കും. ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് UN വെച്ചിട്ട് അപ്രൂവൽ വാങ്ങിക്കും, UN അപ്രൂവൽ. യുറേനിയം ഈ ഡീലിൽ ചർച്ചയാവില്ല. എങ്ങനെയുണ്ട്? ഈ പോയിന്റൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്നെ മിണ്ടായിരിക്കുമോ? അതുപോലെ ഇറാൻ്റെ മിസൈൽ പ്രോജക്റ്റും ഈ ഡീലിൽ ചർച്ചയാവില്ല. ഇതാണ് ഇറാൻ്റെ മാധ്യമം പബ്ലിഷ് ചെയ്തതായിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. IRGCയുടെ മാധ്യമം IRGCയുടെ നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കുന്നോ എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ G7 സബ്മിറ്റ് ഫ്രാൻസിൽ നടക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അതിൽ പങ്കെടുക്കുന്നുണ്ട്. റഫേൽ ഫൈറ്റർ ജെറ്റിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇമ്മാനുവൽ മാക്രോണും മോദിയും ഒരുമിച്ച് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പോയിന്റുകളെല്ലാം കേട്ടിട്ട് അമേരിക്ക കട്ടക്കലിപ്പിലാണ്. ട്രംപ് ഉടനെ തന്നെ അറിയാലോ, ട്രംപ് ഉടനെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതി, ഇറാൻ നിങ്ങൾ ഡിസോണേർഡ് പീപ്പിൾ,
IRGCയെ ട്രംപ് വിശേഷിപ്പിച്ചത് ഡിസ്ഓണേഡ് പീപ്പിൾ, വാക്കിന് വിലയില്ലാത്തവർ, പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നവർ. അതുപോലെ തന്നെ ഹുക്ക്, അതായത് മുൻകൂട്ടി എറിഞ്ഞിട്ട്, അതായത് ഇങ്ങനെയാവാം എന്നുള്ള രീതിയിലൊക്കെ അനുമാനങ്ങൾ, സ്പെക്കുലേഷൻസ് വഴി എന്തെങ്കിലുമൊക്കെ ഡയലോഗുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ അമേരിക്കയ്ക്കെതിരെ പറഞ്ഞിട്ട് അതിലേക്ക് ഞങ്ങളെ അങ്ങ് വലിച്ചഴച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നടക്കില്ല. ഞങ്ങളുടെ പോയിന്റുകൾ വളരെ വ്യക്തമാണെന്ന് പറഞ്ഞിട്ട് 5 പോയിന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന അതേ പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ കയ്യിൽ എൻറിച്ച്മെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ ഡസ്റ്റ് കൈമാറണം. അത് ഒന്നെങ്കിൽ IAEAക്ക് കൈമാറണം, അല്ലെങ്കിൽ ആ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കണം, അത് ഒഴിവാക്കണം. രണ്ടാമത് ആണവായുധം, അതുപോലെ തന്നെ ഹൈ റേഞ്ച് മിസൈലുകൾ നിർമ്മിക്കുന്ന പ്രോജക്റ്റുകളെല്ലാം തന്നെ ഡിസ്മാൻഡിൽ ചെയ്യണം. പിന്നെ ഈ നെഗോസിയേഷനും ചർച്ചയും അവസാനിക്കുന്നത് വരെ, നെഗോസിയേഷൻ ഒരു പോസിറ്റീവ് എൻഡിൽ എത്തുന്നത് വരെ ഫ്രോസൺ ഫണ്ടുകളൊന്നും ഞങ്ങൾ റിലീസ് ചെയ്യില്ല. പ്രോക്സികളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്തണം. നിങ്ങളുടെ പ്രോക്സികൾക്ക് ഫണ്ട് കൊടുക്കുന്ന പരിപാടി അതെല്ലാം നിർത്തിക്കോ. പിന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പൂർണ്ണമായിട്ടും തുറക്കണം. ഈ 5 പോയിന്റ് വളരെ സിമ്പിളായിട്ട് 5 പോയിന്റ് പറഞ്ഞിട്ട് ട്രംപ് പോയിരിക്കുകയാണ്. കാരണം വീക്കെൻഡാണ്. വീക്കെൻഡിൽ പിന്നെ ഓഫീസ് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ കാര്യം നോക്കി പോയിരിക്കുകയാണ്. ഇവിടെ ഒരു ഇമേജ് വന്നിരിക്കുന്നത്, ശരിക്കും ഇസ്രായേൽ ഇത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവർ മിസൈൽ ശേഖരം എന്ന് പറഞ്ഞാൽ മലകളും തുറന്നാണ് ഇവർ മിസൈൽ ശേഖരം നടത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മലകൾക്കെല്ലാം തന്നെ പരമാവധി 1600 അടി താഴ്ചയുണ്ടെന്നാണ് പറയുന്നത്. 1500 അടി. എന്നിട്ട് അത് ഏതാണ്ട് ഒരു 3000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ അവർ വലിയ വലിയ ചാമ്പറുകളാക്കി മാറ്റിയിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ മിസൈലുകളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഓരോന്നിലും 600, 800, 700 അങ്ങനത്തെ ആയിരക്കണക്കിന് മിസൈലുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ വാർത്തകൾ വരുന്നത്. ഇങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പോൾ ഇത് ശരിക്കും B2 ബോംബർ വെച്ചിട്ട്, ബങ്കർ ബസ്റ്റർ വെച്ചിട്ട് അടിച്ചാൽ പോലും അത്ര ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർ നശിപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളായിരിക്കണം ഒരുപക്ഷെ അമേരിക്കയെ ഈ യുദ്ധം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം. കാരണം ഇനിയിപ്പം എത്ര തന്നെ അവിടെ ഇറാനിൽ മറ്റുള്ള ബിൽഡിങ്ങുകളെല്ലാം അറ്റാക്ക് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഈ മിസൈൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഈ സ്ഥലങ്ങൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ഈ യുദ്ധം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് മിസൈലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. തുരിതരാങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണ്? കാരണം ഇവരുടെ സ്റ്റോക്ക് പൈൽസ് ഇപ്പോഴും ഉണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഈ സ്റ്റോക്ക് പൈൽസ് കൃത്യമായി ടാർഗറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൗണ്ട് ഫോഴ്സ്, ഫോർ എക്സാമ്പിൾ സിറിയയ്ക്കുള്ളിൽ ഇതേപോലെ ഒരു മിസൈൽ അണ്ടർഗ്രൗണ്ട് ഇസ്രായേലിൻ്റെ IDF പോയിട്ട് ഗ്രൗണ്ട് ഫോഴ്സ് നേരെ ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ പോയി അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കി ആ മാതൃകയിൽ അറ്റാക്ക് നടത്തി ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്താലേ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. ഈ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക പിന്നോട്ട് വലിയുന്നത്. അതാണ് യാഥാർത്ഥ്യമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫാക്റ്റ്. കാരണം അമേരിക്കയ്ക്ക് മനസ്സിലായി അവിടെ ഇനിയിപ്പോൾ ബങ്കർ ബസ്റ്റർ കൊണ്ടിട്ട് അടിച്ചാലും 1600 അടിയൊക്കെ താഴ്ചയിൽ പോയിട്ട് എങ്ങനെയാണ് ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്യുക, ഈ മിസൈൽ ശേഖരം. അപ്പോൾ ഇത്തവണ ഇറാൻ ഏതോ ജോർദാൻ്റെ ബേസിൽ നിന്നാണ് ഞങ്ങൾക്കെതിരെ അറ്റാക്ക് വന്നതെന്ന് പറഞ്ഞ് ജോർദാനിലേക്ക് ഏതാണ്ട് 20 ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചു വെച്ചത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തവണ അമേരിക്ക അറ്റാക്ക് നടത്തിയത് UK നിന്നുമാണ്. UK എയർബേസിൽ നിന്നാണ് അവർ ടാർഗറ്റ് ചെയ്ത് ഇറാനെ അറ്റാക്ക് ചെയ്തത്. അമേരിക്കയുടെ എയിം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കിടക്കുന്ന കംപ്ലീറ്റ് ഇറാൻ്റെ IRGC ബേസുകൾ, IRGCയുടെ നിരീക്ഷണ കേന്ദ്രങ്ങൾ, ഇതെല്ലാം തന്നെ തകർക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ സിറിക് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിൻ്റെ തൊട്ടടുത്ത് ഇപ്പുറത്തെ കോർണറിൽ, അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ എൻട്രൻസിൽ, അറേബ്യൻ സീയിൽ നിന്നും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് എൻട്രി ആകുന്ന ആ ഒരു ഏരിയ, പേർഷ്യൻ ഗൾഫിലേക്ക് പോകുന്ന ആ റൂട്ടില്ലേ, ആ ഒരു ആ കർവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഈ സിറിക് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമുള്ളത്. അവിടെ IRGCയുടെ ഒരു നിരീക്ഷണ കേന്ദ്രമുണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോർമൂസിലൂടെ കടന്നു വരുന്ന കംപ്ലീറ്റ് വെസലുകളെയും ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ഏരിയയാണിത്. ആ ഏരിയയാണ് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്തത്, നിരീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. മൂന്നാമതൊരു കപ്പൽ, ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കപ്പൽ കൂടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മാർഷൽ ഐലൻഡ് ഫ്ലാഗുമായിട്ട് ഇന്ത്യയിലേക്ക് ഒരു LNG ഷിപ്പ് കടന്നു വരുന്ന സമയത്ത് അതിനെ അറ്റാക്ക് നടത്തിയതായിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് ഫേക്കാണ്, അത് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കൺഫർമേഷൻ ഇപ്പം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതേപോലെ ഇന്ത്യൻ സെയിലേഴ്സ് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ അടുത്ത്, പ്രത്യേകിച്ച് മാർക്കോ റൂബിയോ അടുത്ത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ കൃത്യമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കമേഴ്ഷ്യൽ ഷിപ്പുകളെ, മറ്റുള്ള രാജ്യങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഷിപ്പുകളെയൊക്കെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? അത് ഇന്ത്യയിലേക്ക് വരട്ടെ, പല സ്ഥലത്തു നിന്ന് വരട്ടെ. ഇപ്പം ഇന്ത്യ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് വാങ്ങിക്കുന്നില്ല. നമ്മൾ എണ്ണ എടുക്കുന്നത് ഒമാൻ തീരത്തു നിന്നും അതേപോലെ UAE സൈഡിൽ നിന്നൊക്കെയാണ് എണ്ണ എടുക്കുന്നത്. അമേരിക്ക ഇത് അറ്റാക്ക് നടത്തിയ ഫൂട്ടേജ് റിലീസ് ചെയ്തിട്ടുണ്ട്. അവർ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് തന്നെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. എന്തിനാണ് എഞ്ചിൻ റൂമിലേക്ക് അറ്റാക്ക് നടത്തിയത്?
ഇൻഫർമേഷൻ കൊടുത്താൽ പോരെ. കമ്മ്യൂണിക്കേഷന്റെ ഓഡിയോ ലീക്ക് ആയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നത് ആ സെയിലേഴ്സ് ഇവരെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാൻ ശ്രമിച്ചിട്ടില്ല. ഇവർക്ക് എൻക്വയറി വന്നപ്പോൾ തന്നെ അവർ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നത് ഇറാനിൽ നിന്നും എണ്ണ എടുത്തുകൊണ്ട് വന്ന കപ്പലായതുകൊണ്ടാണ് ഞങ്ങൾ അറ്റാക്ക് നടത്തിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് അവരുടെ തെറ്റിദ്ധാരണയാണ്. ഇനിയിപ്പോൾ ഇറാനിൽ നിന്നും എണ്ണ എടുത്തു എന്നുള്ളതിന്റെ തെളിവ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരത് സബ്മിറ്റ് ചെയ്യട്ടെ. അതായിരിക്കും ഇതിൻ്റെ ഒരു ഉത്തരം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അൺആൻസ്വേർഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ഗാസയിൽ നിരവധി ഹമാസ് മെമ്പേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലാണ് ഇപ്പം ഹമാസ് മെമ്പേഴ്സ് ഏറ്റവും കൂടുതൽ പോയി താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തുമ്പോൾ കൊലാറ്ററൽ ഡാമേജിൽ ഒരുപാട് സിവിലിയൻസ് അവിടെ കൊല്ലപ്പെടുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഹമാസ് ഇപ്പം കൂടുതലും ഈ ക്യാമ്പുകൾക്കുള്ളിലാണ് താമസിക്കുന്നത്. ضرب ارجع 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 ما تقدم ارجع ارجع في حد هنا؟ ايه شو الوضع عندك؟ في حد تصاوب؟ في حد وين هو؟ خلص تمام. في حد تصاوب عندك؟ لا انت صوبت ഗാസയിൽ പരമാവധി റെസിഡൻഷ്യൽ ബിൽഡിങ്സ് എല്ലാം തന്നെ ഏതാണ്ട് സ്കെലട്ടൺ സിസ്റ്റമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ വാസയോഗ്യമായിട്ടുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്സ് വളരെ കുറവാണ്. സെൻട്രൽ ഗാസ ഏരിയയിൽ മാത്രം കുറച്ചുണ്ട്. ബാക്കിയെല്ലാം തന്നെ അടിച്ച് പൊളിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം ഈ ടെൻറ്റ് ഏരിയകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പം ബോംബിംഗ് നടത്തുന്നത്. ആ ബോംബിംഗ് നടത്തുന്നതിനിടയിൽ നിരവധി സിവിലിയൻസ്, സാധാരണക്കാരായിട്ടുള്ള ഗാസക്കാർ കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതുപോലെ ലെബനന്റെ ഉള്ളിൽ ഇന്നലെ 40 ഹിസ്ബുള്ള മെമ്പേഴ്സ് ഒരുമിച്ച് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിലേക്ക് ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുള്ള വാർത്തയും വരുന്നുണ്ട് ലെബനന്റെ ഉള്ളിൽ. അതേപോലെ ടയർ റീജിയനിൽ അറ്റാക്ക് നടക്കുന്നുണ്ട്, സൗത്ത് ലെബനനിൽ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഹിസ്ബുള്ള തിരിച്ച് റോക്കറ്റുകളും ഡ്രോണുകളൊക്കെ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിരന്തരം ഇപ്പം ഹിസ്ബുള്ളയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം തുൾസി ഗബ്ബാർഡിൻ്റെ ഒരു വെളിപ്പെടുത്തൽ. തുൾസി ഗബ്ബാർഡ് അമേരിക്കയുടെ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ചീഫായിട്ടിരുന്നിട്ട് ഇപ്പോൾ റിസൈൻ ചെയ്ത് അവരിപ്പോൾ പൊസിഷനിലില്ല. ഒരു ഹസ്ബൻഡിന് ക്യാൻസറാണ്, അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിനെ പരിചരിക്കണം എന്ന് പറഞ്ഞിട്ട് ജോലിയിൽ നിന്ന് വിരമിച്ച് പോയ വ്യക്തി ഇപ്പം വീണ്ടും ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഹസ്ബൻഡിനെ നോക്കണമെന്ന് പോയവർ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുമായിട്ട് വരാനുള്ള കാരണം എന്താണ്? ഇനിയിപ്പോൾ റിസിഗ്നേഷനുള്ള കാരണം ഇതാണോ എന്നും കൂടി നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് ഇതിനെ നോക്കിക്കാണേണ്ടതുണ്ട്. ബയോലാബ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഇവർ നടത്തിയിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ്. അതായത് റഷ്യ ഉക്രൈനെ അറ്റാക്ക് നടത്തുന്നതിന് റഷ്യ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഉക്രൈന് മേളിൽ ഈ അലിഗേഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്ക ഫണ്ട് നടത്തി ബയോലാബുകൾ റഷ്യയുടെ ബോർഡറിൻ്റെ അടുത്ത് അവർ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ ബയോലാബുകൾ എന്താണെന്ന് പറഞ്ഞാൽ പുതിയ തരം വൈറസുകൾ, ബാക്ടീരിയകൾ, അതുപോലെ ബയോ വെപ്പൺസ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള റിസർച്ച് വർക്കുകൾ നടത്തി അതിനെ ബയോ വെപ്പൺ മാതൃകയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരാണ് ഈ ബയോലാബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇതിന് മില്യൺ കണക്കിൽ പണം അമേരിക്ക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് നീണ്ടുപോകും. അപ്പം ഇത്തരത്തിലുള്ള ആരോപണം റഷ്യ അന്ന് ഉന്നയിച്ചത് ഇന്ന് തുൾസി ഗബ്ബാർഡ് പറയുകയാണ് അത് അമേരിക്ക ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 130 ബയോലാബുകൾ ആഗോളതലത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. 130 ബയോലാബുകൾ. ഇവർ രഹസ്യമായിട്ട് ബയോലാബിൽ എന്താണ് നടത്തുന്നത്? ഇവർ മാത്രമല്ല കേട്ടോ, ചൈനയും ഈ ബയോലാബ് നടത്തുന്നുണ്ട്. ചൈന അമേരിക്കയിൽ ഒരു ബയോലാബ് നടത്തിയതിൻ്റെ പേരിൽ അവിടെ 2-3 സ്റ്റുഡൻസിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അമേരിക്ക ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വുഹാൻ ലാബിൽ ചൈന അത് ബയോലാബ് നടത്തിയത് തന്നെയാണ്. അപ്പോൾ ഈ ബയോലാബ് അമേരിക്ക നടത്തുന്നത് കൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ചൈനയും നടത്തുന്നുണ്ട്. അമേരിക്ക എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ ചൈനയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് ക്ലീൻ ഷീറ്റ് ഒന്നും കൊടുക്കണ്ട. പക്ഷേ അമേരിക്കയും ഈ ഫീൽഡിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ബയോലാബുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ ചുവട് പിടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിനകത്ത് ബിൽഗേറ്റ്സ് ഒക്കെ വരും. ബിൽഗേറ്റ്സിൻ്റെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് അതുപോലെ തന്നെ വാക്സിൻ പ്രോഗ്രാം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്
ഞാനൊരു 3 വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടതാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ്സും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ എപ്പിസോഡ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം ഒരുപാട് ബിൽ ഗേറ്റ്സ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ ഇച്ചിരി ക്ഷീണത്തിലാണ്. കാരണം ഈ എപ്സ്റ്റീൻ ഫയലിൻ്റെ കേസിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ബിൽ ഗേറ്റ്സ്. അത് പുള്ളി അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. പുള്ളി അത്രയ്ക്ക് മാന്യനായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒക്കെ ബിൽ ഗേറ്റ്സിനെതിരെ വരുന്നുണ്ട്. അപ്പം അമേരിക്കയിൽ നിന്നും 130 ലബോറട്ടറികൾക്ക് ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. അവിടെ ഈ ബയോ വെപ്പണിന്റെ പേരിൽ ബയോ ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ജസ്റ്റ് നമ്മൾ പറയുന്നതല്ല, ഇത് അമേരിക്കയിൽ നിന്നും അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസിന്റെ ചീഫായിട്ടിരുന്ന തുളസി ഗബ്ബാർഡാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതും അവർ റിസൈൻ ചെയ്തിട്ടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്ട്രേറ്റ് ഓഫ് ഹോർമസിന്റെ ഏരിയയിൽ ഇറാൻ 3 ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അത് 3ഉം തന്നെ അമേരിക്ക ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇറാൻ അമേരിക്ക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, ഇത് ഇപ്പോഴെങ്ങും അവസാനിക്കില്ല. ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് മുന്നോട്ട് പോകും. പ്രധാനമായിട്ട് വീക്ക് ഡേയ്സ്, വീക്കെൻഡ് ഡേയ്സ്, അതാണ് പാറ്റേൺ. ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ വീക്ക് ഡേയ്സിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും ഭയങ്കരമായിട്ടുള്ള ഇറാനെ ഞാൻ അടിച്ചു കളയും, പുകച്ചു കളയും. ഇപ്പോൾ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ കപ്പലുകളെ ഞങ്ങൾ ഇല്ലാതെ ആക്കി കളയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരും. വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ഒരു എഗ്രിമെൻറ്റ് വരും, ഒരു ഡീൽ വരും, കുറച്ച് പോയിന്റുകൾ വരും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കുറച്ച് സ്റ്റേബിളായിട്ട് നിർത്തും, എണ്ണ വിലയൊക്കെ ഒന്ന് പിടിച്ച് നിർത്തും. ഇത് വീക്കെൻഡിൽ നടക്കുന്ന പരിപാടി. വീക്ക് ഡേയ്സിൽ ഇതെല്ലാം തന്നെ നേരെ തല കീഴായിട്ട് മാറി മറിയുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണിപ്പോൾ കുറച്ച് നാളായിട്ട്, മാസങ്ങളായിട്ട് ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയിൽ 2 പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. വീക്ക് ഡേയ്സിൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും, വീക്കെൻഡിൽ വേറൊരു പാറ്റേൺ ഫോളോ ചെയ്യും. ഇതെല്ലാം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില നീക്കുപോക്കുകളാണ്, അല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്, അഥവാ മാനിപ്പുലേഷൻസ് ആണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.